Welcome to Happy Life TV. No failure in our life, only learning or feedbacks. ജീവിതത്തിൽ പരാജയങ്ങളില്ല, ഉള്ളത് ലേണിംഗ് മാത്രമാണ്. പ്രശ്നങ്ങൾ എങ്ങനെയാണ് സാധ്യതകളാക്കുക എന്ന് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം പറഞ്ഞിട്ടുണ്ട്. ഈ എപ്പിസോഡിൽ പറയുന്നത് പരാജയങ്ങൾ എങ്ങനെയാണ് അറിവുകളായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. ആക്ച്വലി there is no failure. ജീവിതത്തിൽ ഒരിക്കലും പരാജയങ്ങൾ എന്ന് പറയുന്നൊരു സംഭവമില്ല. ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുകയും ആ വിഷയം പരിപൂർണമായി ചെയ്ത് തീർക്കുന്നത് വരെ എത്ര ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ആ ശ്രമങ്ങൾക്കൊന്നും പരാജയമെന്നൊരിക്കലും പറയില്ല, തോൽവികളെന്ന് പറയില്ല. അതേസമയം ഒരാൾ 29ാമത്തെ തവണയാണ് അയാൾ ഉദ്ദേശിച്ച കാര്യം നേടിയതെങ്കിൽ ആ 28 തവണ അയാളുടെ ശ്രമങ്ങളും അതും ആ വിജയത്തിൻ്റെ ഭാഗമായിരുന്നു. ആ 28 തവണ ശ്രമിച്ചതിൻ്റെ കൂടെ ഫലമായിട്ടാണ് 29ാമത്തെ തവണ അയാൾ വിജയിച്ചത്. സാധാരണ പെട്ടെന്ന് മനസ്സിലാവുന്നൊരു ഉദാഹരണം പറഞ്ഞാൽ, ചില പിള്ളേർക്കൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ദുസ്വഭാവമുണ്ട്. ചിലപ്പോൾ അവർ ബെഞ്ചൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇരുന്ന് കളിച്ച ബെഞ്ചൊക്കെ പൊട്ടിക്കും. അപ്പോൾ കുറേ ദിവസങ്ങൾ ആടി ഒരു ദിവസം ഒരുത്തൻ പെട്ടെന്ന് വന്ന് ബെഞ്ചിൽ ഇരുന്ന് പെട്ടെന്ന് നന്നായി ആടിയ സമയത്ത് ബെഞ്ചിൻ്റെ കാലങ്ങ് മുറിഞ്ഞു വീണു. അപ്പോൾ സാറ് ചോദിക്കും, ആരാണ് ബെഞ്ച് പൊട്ടിച്ചതെന്ന് ചോദിക്കും. അപ്പം പറയും, അവനാ ബെഞ്ചിൻ്റെ കാല് പൊട്ടിച്ചതെന്ന് പറയും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ ആ ഒരു കാര്യം ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ മുമ്പ് പല ആളുകളും പല തവണ ഒരുപാട് ദിവസങ്ങളിൽ ഇരുന്ന് ആടിയതിൻ്റെ ഫലമാണ്, അതിൻ്റെ കൂടെ ഫലമായിട്ടാണ് ആ ബെഞ്ച് പൊട്ടിയത്. അപ്പോൾ അവസാനം ഇരുന്ന ആളാരാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം മാത്രമാണ് അവൻ എന്നുള്ളത്. ഇതേപോലെയാണ് 27 തവണ ശ്രമിച്ചാൽ 28 തവണ ശ്രമിച്ചിട്ട് 29ാമത്തെ തവണ വിജയത്തിലേക്ക് പോകുന്ന സമയത്ത് ആ 28 തവണയും അത് അയാളുടെ ഘട്ടം ഘട്ടമായിട്ടുള്ള വിജയത്തിൻ്റെ ഭാഗമായിരുന്നു. അതേസമയം ഒരാൾ ഇതിനിടക്ക് നിർത്തിപ്പോയി കഴിഞ്ഞാൽ 29ാമത്തെ തവണയാണ് അയാൾ വിജയിക്കേണ്ടത്, പക്ഷേ അയാൾ 24 നിർത്തിപ്പോയി കഴിഞ്ഞാൽ അയാൾ പരാജയപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റും. തോമസ് ആൽവ എഡിസൺ അദ്ദേഹം ബൾബ് കണ്ടുപിടിക്കുന്ന സമയത്ത് തന്നെ ആയിരക്കണക്കിന് തവണ അയാൾ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് പുസ്തകങ്ങളിലൂടെ നാം വായിച്ചറിഞ്ഞിട്ടുള്ളത്. ആയിരക്കണക്കിന് തവണ അയാൾ ശ്രമങ്ങൾ എന്നറിയുമ്പോൾ ഒരുപക്ഷെ ചില ആളുകൾ തോന്നും, ഇത്രയും തവണ ആ മനുഷ്യന് ഒരു എന്താ പറയുക, സാധാരണ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസേൺ ഇല്ലാത്ത, ഇത്രയും തവണ തോറ്റിട്ടും വീണ്ടും ശ്രമം നടത്താൻ യാതൊരു ബോധവുമില്ലാത്ത, മനസാക്ഷിയുമില്ലാത്തൊരു മനുഷ്യനെന്ന് പറയാം. പക്ഷെ അയാൾ പറഞ്ഞു, ഇത്ര തവണ നിങ്ങൾ തോറ്റിട്ട് നിങ്ങൾക്ക് എന്താണ് ഒരു മടിയുമില്ലാത്ത, ലജ്ജയില്ലാത്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അത്രയും തവണ ആയിരക്കണക്കിന് തവണ തോൽക്കുകയല്ല ചെയ്തത്. ബൾബ് കണ്ടുപിടിക്കാൻ പറ്റാത്ത ആയിരക്കണക്കിന് മാർഗ്ഗങ്ങൾ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇറ്റ്സ് റിയലി ഈസി ഫോർ മീ. സോ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഈസിയാണ് ബൾബ് കണ്ടുപിടിക്കാനുള്ള മാർഗം ഇനി കണ്ടെത്തുക എന്ന് പറയുന്നത്. അതിന് പറ്റാത്ത മാർഗ്ഗങ്ങൾ കണ്ടുപിടിച്ച് മാറ്റിവെച്ചത് കൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം സൗകര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ ഓരോ ശ്രമങ്ങളും 10,000 അല്ലെങ്കിൽ ആയിരക്കണക്കിന് അല്ലെങ്കിൽ 100 കണക്കിന് തവണയിൽ ആ ശ്രമങ്ങൾ മുഴുവനും വിജയത്തിൻ്റെ ഭാഗമായിരുന്നു. ഒരാൾ ബിസിനസ് നടത്തി. അയാൾ ബിസിനസ് നടത്തിയിട്ട് അയാൾക്ക് ബിസിനസ്സിൽ 10 ലക്ഷം രൂപ നഷ്ടം വന്നു. അതോടുകൂടെ ബിസിനസ് നിർത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഹീ ഈസ് എ ഫെയിലിയർ. അയാൾ സമ്പൂർണ്ണ പരാജിതനാണ് ആ വിഷയത്തിൽ. അതേസമയം ഒരാൾക്ക് ബിസിനസ്സിൽ 10 ലക്ഷം രൂപ പോയി എന്നതിൻ്റെ അർത്ഥം എന്താണ്? അങ്ങനെ ബിസിനസ് ചെയ്താൽ ബിസിനസ് വിജയിക്കില്ല എന്ന് അയാൾ പഠിച്ചുവല്ലോ. ഒരു രീതിയിൽ ബിസിനസ് ചെയ്തപ്പോഴാണല്ലോ അദ്ദേഹത്തിന് 10 ലക്ഷം രൂപ പോയത്. അങ്ങനെ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ്സിൽ വിജയിക്കില്ലെന്ന് അയാൾ പഠിച്ചു. ആ പഠനത്തിന് ദൈവം വാങ്ങിയ ഫീസാണ് 10 ലക്ഷം രൂപ എന്ന് അയാൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, ചില കോഴ്സുകൾക്ക് വലിയ ഫീസായിരിക്കും. 50 ലക്ഷം രൂപയുടെ 1.5 കോടി രൂപയുടെ ഒക്കെ കോഴ്സുകളുണ്ട്, 5 ലക്ഷം രൂപയുടെ കോഴ്സുകളുണ്ട്. അപ്പോൾ ആ കോഴ്സിന് ദൈവം വാങ്ങിയ ഫീസാണ് 10 ലക്ഷം രൂപ, ആ ഒരു പോയിൻ്റ് പഠിപ്പിക്കാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ ആ മനുഷ്യൻ ഇനി ഒരിക്കലും ബിസിനസ്സിൽ പരാജയപ്പെടാൻ പാടില്ല. ഹൃദയം തുറന്നു വെച്ച ആളുകളാണെങ്കിൽ മാത്രമാണ് ഇങ്ങനെ പരാജയം എന്ന് പറയുന്നത് ഒരു ലേണിംഗ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ജീവിതത്തിൽ പരാജയങ്ങളില്ല. എത്രത്തോളം കൂടുതൽ പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുവോ അതിനനുസരിച്ച് ലേണിംഗ് നമുക്ക് കൂടുതൽ കിട്ടുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമായിട്ടുള്ളത്. അപ്പോൾ ഓരോ പരാജയമെന്ന് തോന്നുന്ന സിറ്റുവേഷനിലും എന്താണ് പഠിക്കാനുള്ള കാര്യം എന്താണ് എന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കുകയും അത് പഠിച്ചുകൊണ്ട് അടുത്ത തവണ കൂടുതൽ ഭംഗിയായി ജീവിതത്തിൽ ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുവാനും നമുക്ക് സാധിക്കുകയാണെങ്കിൽ, ദ മോർ ഫെയിലിയർ വി ആർ ഫേസിങ്, ദ മോർ ചാൻസ് ഫോർ സക്സസ്.
ഏറ്റവും കൂടുതൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ വിജയത്തിലേക്കുള്ള സാധ്യതകളും അവിടെ തന്നെയാണുള്ളത്. ഇങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് പരാജയങ്ങളെപ്പോലെ തോന്നുന്ന ഓരോ സാഹചര്യങ്ങളും അതിലെ വളരെ മനസ്സന്തോഷത്തോടു കൂടെ സ്വീകരിക്കുവാൻ നമുക്ക് കഴിയുകയും അത് നമ്മുടെ വിജയത്തിലേക്കുള്ള ഒരു സാധ്യതയായി. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപലകയാണെന്നൊക്കെ. അതിങ്ങനെയാണ്, അതിൻ്റെ തിയറിറ്റിക്കൽ പാർട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. ഇത് പ്രാക്ടിക്കൽ ലൈഫിലേക്ക്, നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പരാജയങ്ങൾ ഉണ്ടാവില്ല. ഉണ്ടാവുന്നത് മുഴുവനും ഫീഡ്ബാക്സ് അല്ലെങ്കിൽ ലേണിംഗ് ആയിട്ട് മാറുകയും അത് നമ്മുടെ വിജയത്തിലേക്ക് കൂടുതൽ സഹായിക്കുകയും ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നല്ല ഉന്നതമായ ജീവിത വിജയം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൂടുതൽ വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡുകൾ വീണ്ടും കാണാം. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് TV.